നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും വിശകലനങ്ങളും കാരണം പറച്ചിലുകളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ കേരളത്തിലെ ചില വാർത്താ മാധ്യമങ്ങൾ ഈ വാർത്ത തമസ്കരിക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കുറച്ച് കാണിക്കുകയോ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇതൊരു വിവാദമാക്കണ്ട എന്നുള്ള ചില ആൾക്കാരുടെ തീരുമാനമാണ്. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഇന്ന് ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CJ റോയിയുടെ മരണം എങ്ങനെ എന്ന് ചോദിച്ചാൽ അതൊരു കൊലപാതകത്തിന് സമാനമായ ആത്മഹത്യയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, RP തോട്ട്സ് എന്ന് പറയുന്ന നമ്മൾ ഈ പരിപാടിയിൽ കാര്യങ്ങൾ പഠിച്ചു പറയാനാണ് ശ്രമിക്കുക. ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ചില കിംവദന്തികളോ ഒന്നും വെച്ചിട്ട് നമ്മൾ വാർത്തകളോ വീഡിയോയോ ചെയ്യാറില്ല. പൊതുവെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്ന ഒരു ശൈലിയാണ് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇതൊരു ആത്മഹത്യയാണ്. പക്ഷേ ഇതൊരു കൊലപാതകത്തിന് സമാനമായ ആത്മഹത്യയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡോക്ടർ CJ റോയി ആത്മഹത്യ ചെയ്തത് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുമ്പോഴാണ്. ബാംഗ്ലൂരിൽ അദ്ദേഹം മുറിക്കകത്ത് കയറി കഥ അടച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയോ ആയിരിക്കാം ആത്മഹത്യയിലേക്ക് നയിച്ചത്. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക്, എന്തുകൊണ്ടാണ് ഇതൊരു കൊലപാതകത്തിന് സമാനമായ ആത്മഹത്യ എന്ന് ഞാൻ പറയുന്നത് എന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതൊരു കൊലപാതകമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകമല്ല, ഇത് ആത്മഹത്യ തന്നെയാണ്. ആ കൊലപാതകമല്ല എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കും? കൊലപാതകം ഇൻ ദ സെൻസ് പുറത്തുനിന്ന് ഒരാൾ ചെയ്തതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് കൊലപാതകം. അങ്ങനെ ഒരു കൊലപാതകം അല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ചില ഫയലുകൾ ഇദ്ദേഹം ഇന്ത്യയിൽ ഇല്ലാതിരുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തിരുന്നു. അവർ സീൽ വച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് അദ്ദേഹത്തോടെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇദ്ദേഹം മുറിക്കകത്ത് കയറി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തത് എന്നാണ് ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടുന്ന സൂചന. ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തോട് ആ ചോദ്യം വരുമെന്നും അദ്ദേഹം ഉടനെ അകത്ത് പോകുമെന്നും, അങ്ങനെ അകത്ത് അദ്ദേഹം കയറുമ്പോൾ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഒരാളൊന്നും അവിടെ ഇരിക്കുക സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിൽ ഒരു കൊലപാതകി ഉണ്ടാവണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം നെഞ്ചത്ത് വെടിവെച്ചത് അപ്രായോഗികമാണ്, അത് നടക്കില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ശരിയാണ്. സ്വന്തം തോക്ക് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്ന മിക്കവാറും എല്ലാവരും തന്നെ, വലിയൊരു ബഹുഭൂരിപക്ഷം ആൾക്കാരും അവർ ഈ ടെമ്പിൾ എന്ന് പറയുന്ന നമ്മളുടെ തലയ്ക്ക് തന്നെയാണ് വെടി വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ബോധം മറയും, ഓർമ്മ മറയും, അതിന് വേദന പോലും ഉണ്ടാകില്ല. കാരണം അത് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം ബ്രെയിനിന് കിട്ടുന്നില്ല, ബ്രെയിനാണ് ചിതറിപ്പോകുന്നത്. പക്ഷേ നെഞ്ചത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കൃത്യമായി ഹൃദയത്തിൽ കൊണ്ടില്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കാനും വലിയ അതികഠിനമായ വേദന ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത് നെഞ്ചത്ത് അദ്ദേഹം സ്വയം അല്ല വെടിവെച്ചതെന്ന് പറയാൻ പറ്റില്ല. അത് അപ്രായോഗികമാണ് എന്ന് പലരും പറയുന്നതും ശരിയല്ല, ബുദ്ധിമുട്ടാണ്. അതായത് CJ റോയിയെ പോലെ വണ്ണമുള്ള ഒരാൾക്ക് വലത് കൈകൊണ്ട് സ്വന്തം പിസ്റ്റല് നെഞ്ചത്തേക്ക് കൊണ്ടുവന്ന് വെടിവെക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇമ്പോസിബിൾ അല്ല, നടക്കാത്ത കാര്യമൊന്നുമല്ല. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്ത് വെടിവെക്കാം. എന്തുകൊണ്ട് അദ്ദേഹം തലയ്ക്ക് സ്വയം വെടിവെച്ചില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതിന് എനിക്ക് ചില റീസൺസ് ഉണ്ട്, പക്ഷേ അതിവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം നെഞ്ചത്ത് വെടിവെച്ചത് തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം നെഞ്ചത്ത് വെടിവെച്ച് സ്വയം മരിച്ചതാണ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇപ്പോഴത്തെ പ്രായോഗികമായിട്ടുള്ള കാര്യം. ഇനി മൂന്നാമതൊരു കാര്യം, ഇദ്ദേഹത്തെ ആരെങ്കിലും കൊല്ലാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും അത്? അതിൻ്റെ മോട്ടീവ് എന്താണ്? അതിൻ്റെ മോട്ടീവ് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് നടത്തുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇൻകം ടാക്സ് നടത്തുന്ന ഈ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താനും പെടുമെന്നുള്ള ആരുടെയെങ്കിലും ചിന്തയായിരിക്കാം ഒരു കൊലപാതകിയെ ഇതിനു വേണ്ടി നിയോഗിക്കുക. അങ്ങനെ അത്രയും ഉന്നതനായ ഒരാൾ
അതായത് CJ റോയി പേര് പറഞ്ഞാൽ പെട്ടുപോകുമെന്ന് ഭയപ്പെടുന്ന ഒരാൾ, അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു കൊലപാതകം എന്തായാലും നടത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടത്താൻ ഒരാളെ നിയോഗിക്കില്ല. സുനന്ദ പുഷ്കറിൻ്റെ ഒക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും ദുരൂഹമായിട്ട് തുടരുകയാണ്. ചില ആൾക്കാരൊക്കെ പല തിയറികളും പറഞ്ഞെങ്കിലും അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. അതുകൊണ്ട് വളരെ നീറ്റായിട്ട് അത്തരം കൊലപാതകങ്ങൾ നടത്താനുള്ള എല്ലാ വഴികളും ഉള്ളപ്പോൾ ഇത്രയും വളരെ പ്രെഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ, അതായത് നമ്മൾക്ക് പ്രവചിക്കാവുന്ന രീതിയിൽ ഒരാളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഈ ആൾക്കാരുടെ ആരുടെയും രീതിയല്ല എന്ന് മനസ്സിലാക്കുക. അത് ആത്മഹത്യയാക്കി മാറ്റാനുള്ള കാര്യമായ ശ്രമങ്ങൾ പോലും നടന്നില്ല. അങ്ങനെ നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തലയ്ക്ക് വെടിയേറ്റ് ഗുരുതരമായ പരിക്കിൽ ആ നിമിഷം തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. ആ തരത്തിലായിരിക്കും അങ്ങനെ ഒരു സ്റ്റേജ് മാനേജ്ഡ് ആയിരുന്നെങ്കിൽ ഇത് വരിക. ഇങ്ങനെ 2-3 കാരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കൊലപാതകമല്ല, പക്ഷേ ഇത് ആത്മഹത്യയാണ്. എന്നാൽ ആത്മഹത്യയാണോ എന്ന് ചോദിച്ചാൽ കൊലപാതകത്തിന് സമാനമായ ഒരു ആത്മഹത്യയാണ്. അതെന്തുകൊണ്ടാണ് എന്നാണ് യഥാർത്ഥത്തിൽ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടത്. അതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, CJ റോയിയുടെ വളർച്ചയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശതകോടീശ്വരനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇൻഡസ്ട്രിയുടെ ഏത് സ്റ്റാൻഡേർഡ് എടുത്തു നോക്കിയാലും വളരെ പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ ടോട്ടലി ഇമ്പോസിബിൾ ആണോ, മറ്റുള്ള സഹായമില്ലാതെ ഇമ്പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം റിയൽ എസ്റ്റേറ്റിലൊക്കെ ആൾക്കാർ ആ തരത്തിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. CJ റോയി തന്നെ ബാംഗ്ലൂരിനടുത്ത് സർജാപൂരിൽ വലിയ തോതിൽ ഭൂമി മേടിച്ചു കൂട്ടുകയും ആ ഭൂമിക്ക് വലിയ വിലയുണ്ടാകുമെന്നും അവിടെ ഒരു വലിയ വികസനം വരുമെന്നും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് മേടിച്ചു കൂട്ടുകയും അതിൽ നിന്ന് അദ്ദേഹത്തിന് വൻ ലാഭം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CJ റോയി ഉണ്ടാക്കിയ ഈ സാമ്രാജ്യം, ശതകോടീശ്വരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയൊക്കെ പൂർണ്ണമായിട്ട് കള്ളപ്പണത്തിൻ്റെ ബലത്തിലാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തോടെ കാണിക്കുന്ന മര്യാദകേടായിരിക്കും. തീർച്ചയായിട്ടും അദ്ദേഹം അതികഠിനമായി കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്, വലിയ തോതിൽ ബിസിനസ് നടത്തിയിട്ടുള്ള ആളാണ്, റിയൽ എസ്റ്റേറ്റ് നടത്തിയിട്ടുള്ള ആളാണ്, തൻ്റെ ബിസിനസ് വലിയ തോതിൽ ഡൈവേഴ്സിഫൈ ചെയ്ത ആളാണ്. പക്ഷേ ഇതെല്ലാം അദ്ദേഹം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വശം കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിൻ്റെ പണവുമായി ബന്ധപ്പെട്ട സോഴ്സിലാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ ബിസിനസ്സും കള്ളപ്പണ ബിസിനസ്സാണ് എന്ന് അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ കള്ളപ്പണത്തിൻ്റെ ഡേർട്ട് മണിയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. ആ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്, അല്ലാതെ ഇൻകം ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ CJ റോയി എന്ന മലയാളി ബിസിനസ്സുകാരൻ്റെ സ്ലൊവേക്യൻ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, 2017 മുതൽ സ്ലൊവേക്യ എന്ന രാജ്യത്തിൻ്റെ ഓണററി കോൺസുലായിരുന്നു ശ്രീ CJ റോയ്. ഭാരതത്തിലെ ഓണററി കോൺസുൽ, അതായത് അവരുടെ ഒരു നയതന്ത്ര പ്രതിനിധിക്ക് സമാനമായ ഓണററി പൊസിഷനാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് കടന്നു ചെല്ലാനും അതിൻ്റെ നയതന്ത്ര പരിരക്ഷ കിട്ടാനും അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് തന്നെ ഒരു സ്ഥാനമെന്ന നിലയിൽ ഉപയോഗിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാനമായിരുന്നു അദ്ദേഹം ഓണററി കോൺസുൽ എന്ന നിലയിൽ ഉണ്ടായിരുന്നത് സ്ലൊവേക്യ എന്ന രാജ്യത്തിൻ്റെ. എന്തിനാണ് സ്ലൊവേക്യ എന്ന രാജ്യവുമായി CJ റോയിക്ക് ബന്ധം വരേണ്ടത്? അദ്ദേഹത്തിന് അവിടെ എന്തെങ്കിലും ബിസിനസ് ഉള്ളതായോ, അല്ലെങ്കിൽ സ്ലൊവേക്യയിലെ ഏതെങ്കിലും കമ്പനികൾക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും നിക്ഷേപം ഉള്ളതായോ നമുക്കറിവില്ല. ഒരുപക്ഷെ അറിവിൻ്റെ കുറവായിരിക്കാം, പക്ഷേ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 100-150 ആൾക്കാരിൽ കൂടുതൽ സ്ലൊവേക്യൻ പൗരന്മാർ ഭാരതത്തിലില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഓണററി കോൺസുൽ എന്ന നിലയിൽ കാര്യമായ പണിയൊന്നും CJ റോയിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഭാരതം പോലെ ഒരു വലിയ രാജ്യത്ത് സ്ലൊവേക്യയുടെ ഓണററി കോൺസുലായി 2017 മുതൽ പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ലൊവേക്യ എന്ന രാജ്യത്തെക്കുറിച്ചാണ്. സ്ലൊവേക്യ എന്ന രാജ്യം യഥാർത്ഥത്തിൽ ഈ ലോകത്ത് തന്നെ ഡ്രഗ്സിൻ്റെയും ഇല്ലീഗൽ ആംസിൻ്റെയും ഒരു പ്രഭവ കേന്ദ്രവുമാണ്, കച്ചവട കേന്ദ്രവുമാണ്, ഒരു ട്രാൻസിറ്റ് പോയിൻറ്റുമാണ്. അതായത് കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന ഒരു സ്ഥാനവുമാണ്. അതിൽ കള്ളപ്പണമുണ്ട്, അതിൽ മയക്കുമരുന്ന് കച്ചവടമുണ്ട്, മയക്കുമരുന്നിൻ്റെ അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ സ്ലൊവാക്യ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, കള്ള
രീതിയിൽ, അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ നടക്കുന്ന ആയുധ വ്യാപാരത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം കൂടിയാണ് സ്ലൊവേക്യ. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അന്താരാഷ്ട്ര ഏജൻസികൾക്കും വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതിന് ഓരോന്നിനും, ഓരോ ഡ്രഗ്സിനും അതുപോലെ ആയുധ വ്യാപാരത്തിനും ചില പ്രത്യേക റൂട്ടുകൾ ഈ ലോകത്തുണ്ട്. അത് ക്രൈം സിൻഡിക്കേറ്റുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത റൂട്ടുകളാണ്. പക്ഷേ ഈ റൂട്ടുകളുടെ എല്ലാം പ്രധാന പോയിൻ്റായിട്ട് വരുന്ന ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ലോവാക്യയാണ്. നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഹീറോയിനാണ്. ഹീറോയിൻ്റെ കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഹീറോയിൻ പർച്ചേസ് ചെയ്യപ്പെടുന്നത്. ആൾക്കാർ അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം താലിബാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ അവരുടെ ഒരു കൃഷിയിടങ്ങളിൽ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഉപയോഗിക്കാനല്ല, മറിച്ച് അവർക്കിത് കച്ചവടം ചെയ്യാനാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് അവർ ആയുധങ്ങൾക്ക് വേണ്ടിയും അതേപോലെ ഭീകരവാദം നടത്താനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബാൾക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത് സ്ലൊവാക്യ വഴിയാണ് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും, ഏജൻസികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ പ്രധാന ട്രാൻസിറ്റ് പോയിൻ്റാണ് സ്ലൊവേക്യ. ഇനി രണ്ടാമത്തെ കൊക്കൈൻ ആണെങ്കിൽ അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. കൊക്കൈൻ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഈ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, നെതർലൻഡ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഈ കൊക്കൈൻ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന കച്ചവട കേന്ദ്രം, കൈമാറ്റ കേന്ദ്രം കൂടിയാണ് സ്ലൊവേക്യ. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, അതായത് കൃത്രിമമായി ഉണ്ടാക്കുന്ന മയക്കുമരുന്ന്. ഈ മയക്കുമരുന്നുകൾ ട്രാൻസിറ്റ് പോയിൻ്റ് അല്ല, ഇത് യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് സ്ലൊവേക്യ. ഇതും എല്ലാ ഏജൻസികൾക്കും, ഇൻ്റർപോൾ ഉൾപ്പെടെയുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്, ഇതൊക്കെ ചെയ്യുന്ന സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അവർ അതിശക്തരാണ്, വലിയ ബന്ധങ്ങളുള്ളതാണ്. എല്ലാ രാജ്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി നേരിട്ട് ബന്ധമുള്ള ക്രൈം സിൻഡിക്കേറ്റുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം നമ്മൾ കാണേണ്ടത് ആയുധ കച്ചവടമാണ്. ബ്ലാക്ക് മാർക്കറ്റിലെ ആയുധ കച്ചവടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തുള്ള എല്ലാ ഭീകര സംഘടനകളും അവരുടെ ആയുധങ്ങൾ മേടിക്കുന്നത് ഇത്തരം കരിഞ്ചന്തയിൽ നിന്നാണ്. ഈ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നാണ് ഇവർക്കെല്ലാം ആയുധങ്ങൾ ലഭിക്കുന്നത്. ഈ ആയുധങ്ങൾ ലഭിക്കാനും ഉള്ള ഒരു പ്രധാന സോഴ്സ് സ്ലൊവേക്യയിലെ മാർക്കറ്റാണ്. യഥാർത്ഥത്തിൽ ഈ ഡ്രഗ്സിൻ്റെ കാര്യം പറയുന്നത് പോലെ ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിന്, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കരിഞ്ചന്തയിൽ ആയുധം കൊണ്ടുപോകുന്ന ഒരു പ്രധാന ട്രാൻസിറ്റ് പോയിൻ്റാണ് ഈ പറയുന്ന സ്ലൊവേക്യ. ഇത് വരുന്നത് തുർക്കി, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള മേഖലകളിൽ നിന്നുമാണ്. അപ്പോൾ ആയുധ വ്യാപാരം, മയക്കുമരുന്ന് കച്ചവടം, മയക്കുമരുന്ന് ഉൽപ്പാദനം, ഇതിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ കൈമാറ്റ കേന്ദ്രവുമാണ് തുർക്കി. ഇതിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ കേട്ടത് ഉക്രൈനിൻ്റെയും തുർക്കിയുടെയും ബോർഡറുകളിൽ നിന്ന് 1000 തൊട്ട് 1500 വരെ ട്രക്കുകളാണ് ഒരു ദിവസം ഈ സ്ലൊവേക്യയിലേക്കൊക്കെ കടക്കുന്നത്. ഈ ട്രക്കുകളിൽ മിക്കവാറും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതുപോലെയുള്ള സാധനങ്ങളാണ് ഉള്ളതെങ്കിലും ഇതിനകത്താണ് ഈ മയക്കുമരുന്നും ആയുധങ്ങളും കടത്തുന്നത്. ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈം സിൻഡിക്കേറ്റ് അത്ര ശക്തമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സ്ലൊവേക്യൻ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഭാരതത്തിൽ 2017 മുതൽ പ്രവർത്തിക്കുന്ന ആളാണ് CJ റോയ്. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാജ്യത്ത് ഇത്തരം ചില ഇടപാടുകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് സമർത്ഥിച്ചാൽ പോലും മറ്റൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് എത്തിയ ശതകോടികളെക്കുറിച്ചാണ്. അദ്ദേഹം ബിസിനസ് ചെയ്തുണ്ടാക്കിയ പണം തീർച്ചയായിട്ടും അതിലുണ്ട്. നല്ല ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഇൻവെസ്റ്റേഴ്സ് അണിനിരന്നിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ എവിടെങ്കിലും അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ പറയുന്ന വൃത്തികെട്ട ബിസിനസ്സുകളിൽ നിന്നുള്ള ഡേർട്ട് മണി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് ഉത്തരവാദി തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അതിന് ഏജൻസികളോട് ഉത്തരം പറഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ഇതിനെക്കുറിച്ച് ഏജൻസികൾ കണ്ടുപിടിക്കുകയും ഇത് എക്സ്പോസ്ഡ് ആവുകയും ഈ പണം കണ്ടുകിട്ടുക മാത്രമല്ല അതിനകത്തെ വിഷയം, അതിനപ്പുറമുള്ള നടപടികളിലേക്ക് അന്താരാഷ്ട്ര ഏജൻസികൾ പോവുകയും ചെയ്യുന്ന കാര്യം ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വീക്കായിട്ടുള്ള ആ ലിങ്ക് മുറിച്ചു കളയാനായിരിക്കും അവർ ശ്രമിക്കുക. അതായത് അതിലെ ഏറ്റവും ദുർബലമായ ആ കണ്ണി
ആ കണ്ണി അപ്പോൾ തന്നെ കട്ട് ചെയ്യാനായിരിക്കും ഈ ക്രൈം സിൻഡിക്കേറ്റുകൾ എപ്പോഴും ശ്രമിക്കുക. അതാണ് അവരുടെ രീതി. കാരണം ആ കണ്ണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെയിൽ, ഈ പറയുന്ന ബന്ധിപ്പിച്ചുള്ള അന്വേഷണം ഒരിടത്തും എത്താതെ അവസാനിക്കും. യഥാർത്ഥത്തിൽ CJ റോയിയുടെ കാര്യത്തിൽ അതാണോ നടന്നത്? അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ മാസങ്ങളായി യൂറോപ്യൻ യൂണിയൻ്റെ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികൾ ഭാരതത്തിലെ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ED, ഇൻകം ടാക്സ് പോലെയുള്ള ഏജൻസികളുമായും നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികളായ IB, റോ പോലെയുള്ള ഏജൻസികളുമായും നിരന്തരം ബന്ധത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ, ഈ അന്വേഷണത്തിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു ആംഗിളുണ്ട്, മറ്റൊരു രാജ്യത്തിൻ്റെ ആംഗിളുണ്ട്. ആ രാജ്യത്ത് നടക്കുന്ന ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു വിഷയത്തിൽ ഇത്രയും ഏജൻസികൾ, ഇൻ്റർപോളിൻ്റെയും മറ്റ് വിദേശ ഏജൻസികളുടെയും സഹായത്തോടുകൂടി ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളും ഒരുമിച്ച് നടത്തുന്ന ഒരു അന്വേഷണത്തിൽ പിടിക്കപ്പെട്ടാൽ പോലും ആത്മഹത്യ ചെയ്യേണ്ട ആളല്ല CJ റോയ്. കാരണം ഇത്തരം സാമ്പത്തിക കുറ്റങ്ങൾക്ക് ആരെയും തൂക്കിക്കൊന്ന ചരിത്രമൊന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പണം കൊടുത്ത് രാജ്യത്തെ ഏറ്റവും അതിപ്രശസ്തരായ വക്കീലന്മാരെ, അതായത് ലക്ഷക്കണക്കിന് രൂപ ഒരു മണിക്കൂർ ഹിയറിങ്ങിന് പോലും മേടിക്കുന്ന വക്കീലന്മാർ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ വെച്ച് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുന്ന എത്രയോ കോടീശ്വരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെ മറുപടി അല്ലെങ്കിൽ അതിന് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുകയല്ല ആരെങ്കിലും ചെയ്യുക. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കില്ല. ഈ കേസ് നടത്താനോ അല്ലെങ്കിൽ തൻ്റെ ഭാഗം പറയാനോ തനിക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ്. ഈ പ്രത്യാഘാതങ്ങളിൽ മറുവശത്ത് നിൽക്കുന്നത് നമ്മളുടെ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികളല്ല, മറിച്ച് ഒരു വലിയ ക്രൈം സിൻഡിക്കേറ്റാണ്. അത് മാത്രമാണ് ഇതിലെ ഏക സാധ്യത. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന കേസിൽ നിന്ന് അദ്ദേഹത്തിന് പണം ഉപയോഗിച്ച് ഊരിപ്പോന്നാൽ പോലും അദ്ദേഹത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു നിമിഷത്തിലായിരിക്കണം സ്വന്തം ജീവൻ എടുത്ത് തൻ്റെ കുടുംബത്തെയെങ്കിലും സംരക്ഷിക്കാൻ ശ്രീ CJ റോയ് ശ്രമിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.